എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇടുക്കി ജില്ലയിൽ മാങ്കളത്തിനടുത്ത് പെരുമ്പംകുത്ത് എന്നൊരു സ്ഥലത്താണ്. ഇവിടെ ഒരു പ്രാർത്ഥനാലയം നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊന്ന് നോക്കിക്കേ. ഇത് ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഒരു ആരാധനാലയമാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ കണ്ടോ? ഇത് ഞങ്ങളുടെ ഈ അടിമാലി പ്രദേശത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ചർച്ചായിരുന്നു ബിലീവേഴ്സ് ചർച്ചിൻ്റെ. ഡോക്ടർ കെ പി യോഹന്നാൻ സാറ് മെത്രാനായതിന് ശേഷം ഇവിടെയുള്ള ആളുകളൊക്കെ മറ്റുള്ള സഭകളിലേക്ക് പോവുകയും ഇതിന്ന് ഒരു അനാഥ പ്രേതം പോലെ ഇവിടെ കിടക്കുകയാണ്. ഇതുണ്ടോ? ഒരു കാലത്ത് എത്ര മനോഹരമായ ഒരു ആരാധനാലയമായിരുന്നു ഇത്. നിങ്ങളൊന്ന് നോക്കിക്കേ. 100 കണക്കിന് ആളുകൾ ഇവിടെ ആരാധിച്ചുകൊണ്ടിരുന്നതാണ്. എത്ര വിശാലമായ ഹാള്! അതായത് 2000, 2002, 2004 കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ പല സുവിശേഷകന്മാരും വരികയും ഇവിടെ താമസിച്ച് സുവിശേഷ വേല ചെയ്തതാണ്. ഇതുണ്ട്. ഇപ്പോൾ ഇവിടെ ഇത് പാഴ്സനേജാണ് ഈ കാണുന്നത്. അതും ബിലീവേഴ്സ് ചർച്ചിൻ്റെ പാഴ്സനേജാണ്. ഇത് കണ്ടോ? നോക്കിക്കേ. ഇതിൻ്റെ ഒരു അവസ്ഥ എത്ര പരിതാപം! നോക്കിക്കേ. ഇത് കണ്ടോ? ഇത് ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഒരു പാഴ്സനേജാണ്. ഇത് കണ്ടോ? ഇതാരുമില്ലാതെ അനാഥപ്രേതം പോലെ വേണ്ടേ ഇതിവിടെ കിടക്കുന്നു. ഇത് കണ്ടോ? ഇതുപോലെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഒരുപാട് സ്ഥലങ്ങൾ ഈ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അതായത് 100 കണക്കിന് ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ മദ്യപാന്മാരൊക്കെ വന്ന് രാത്രിയിൽ ഇവിടെ ഇരുന്ന് മദ്യപിക്കലാണ് ഇപ്പോൾ പരിപാടി. ഇത് കണ്ടോ? ഇത് കണ്ടോ? ഇവിടെ കുറേ വൈക്കോലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ? വചനമൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല വചനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. കണ്ടോ? വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അപ്പോൾ ഈ ചർച്ചുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. എൻ്റെ ഭാര്യ അവരൊക്കെ ഈ ചർച്ചിൻ്റെ മെമ്പറായിരുന്നു. അപ്പോൾ 2004 എൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് ഈ ചർച്ചിലായിരുന്നു എൻ്റെ ഭാര്യയൊക്കെ ആയിരുന്നു. വളരെ നല്ലൊരു ചർച്ച്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ പള്ളിയുടെ മുമ്പുണ്ടല്ലോ ഈ ചെറിയൊരു ഗ്രൗണ്ട്, ഇവിടെ ഞങ്ങൾ കൺവെൻഷൻ നടത്തിയിട്ടുള്ളതാണ്. കേരളത്തിലെ പ്രഗത്ഭന്മാരായിട്ടുള്ള പല സുവിശേഷകരും ഇവിടെ ഒന്ന് പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഇതുണ്ടോ? എത്ര ദയനീയമാണ് ഒന്ന് ആലോചിച്ച്. ഇന്ന് ആ ബോർഡൊന്നും മാറ്റിയിട്ടിട്ട് ബിലീവേഴ്സ് ചർച്ച് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ഇത്രയും പ്രോപ്പർട്ടി ഉണ്ട്. ഒരുപക്ഷെ ബിലീവേഴ്സ് ചർച്ചിന് ഇത് അവർ ഉപേക്ഷിച്ചതാണോ, എന്തുകൊണ്ടാണ് അവരിതിനി വിറ്റതാണോ ഒന്നും അറിയില്ല. എങ്കിൽ പോലും ഇത് വളരെ മോശമാണ്. കാരണം ഇത്രയും നല്ലൊരു ആരാധനാലയം ആർക്കും വേണ്ടാതെ അനാഥപ്രേതം പോലെ ഇവിടെ കിടക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു നല്ല കാര്യമല്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ സുവിശേഷ വേല ചെയ്യുന്ന സമയത്ത് ഇവിടെ മാങ്കുളം, കുരിശുപാറ, കല്ലാറ്, 2-ാം മൈല്, അതുപോലെ വാളറ, മാമലക്കണ്ടം, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ബിലീവേഴ്സ് ചർച്ചിൻ്റെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ വേണ്ട സാമൂഹ്യ വിരുദ്ധർ ഈ ആരാധനാലയത്തിൻ്റെ അകത്ത് കയറി രാത്രി വെള്ളവടി, മറ്റുള്ള പല പരിപാടികളുമാണ് ഇതിൻ്റെ അകത്ത്. മദ്യക്കുപ്പികളാണ് ചുറ്റുവട്ടം മുഴുവൻ മദ്യക്കുപ്പികളും ബിയർ കുപ്പികളുമാണ്. അനാശാസ്യ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആർക്കും വേണ്ടാത്ത രീതിയിൽ ഏറ്റവും കുറഞ്ഞ ബിലീവേഴ്സ് ചർച്ചിൻ്റെ അധികാരികൾ ഇതൊന്ന് വെട്ടിത്തെളിച്ച് ഒന്ന് പെയിൻറ്റൊക്കെ അടിച്ചിടുവാണെങ്കിൽ തന്നെ ഒരു വൃത്തി ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ആരും തന്നെ വന്നില്ലെങ്കിൽ പോലും ഇതൊന്ന് പെയിൻ്റ് അടിച്ച് ഈ ഭാവമൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് ഇടുവാണെങ്കിൽ നല്ലതാണ്.
ഇനി അതല്ല, ഇതൊന്നും ആവശ്യമില്ലെങ്കിൽ മറ്റേതെങ്കിലും ചർച്ചുകളെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനത്തോട് താല്പര്യമുള്ള മറ്റുള്ള വ്യക്തികളെ ഏൽപ്പിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അവരൊക്കെ ഇതൊന്ന് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയൊക്കെ ഇടുമായിരുന്നു. എന്തായാലും കേരളത്തിൽ ബിലീവേഴ്സ് ചർച്ചിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് എന്ന് മാത്രമല്ല, ചർച്ചുകളിൽ ആളില്ല എന്നും മാത്രമല്ല, പല ചർച്ചുകളും പലരും കൈയടക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രോപ്പർട്ടികളെല്ലാം ഇങ്ങനെ കിടന്ന് നശിച്ചു പോവുകയാണ്. ഇതാണ് ഇപ്പോൾ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത്. ഈ ആരാധനാലയത്തിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. സൺഡേ ആരാധനയെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെ നടന്ന ഒരു ചെറിയ കൂട്ടായ്മയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ ചർച്ചിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് ആളുകൾ ഇവിടെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പോയിട്ടുണ്ട്. നല്ല ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഒരു 10-20 കുടുംബങ്ങളെങ്കിലും ഉണ്ടായിരുന്ന ഒരു ആരാധനാലയമായിരുന്നു. ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ അനാഥപ്രേതം പോലെ ആയിപ്പോയി, ആർക്കും വേണ്ടാത്ത അവസ്ഥയായിപ്പോയി. ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. എൻ്റെ ആരാധനാലയം കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഇതിപ്പം മദ്യപന്മാരുടെയും അനാശാസ്യ കേന്ദ്രമായി തന്നെ ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതിൻ്റെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന ഈ മദ്യക്കുപ്പികളും ബീർ കുപ്പികളും എല്ലാം എന്നുള്ളതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ ബിലീവേഴ്സ് ചർച്ചിൻ്റെ അധികാരികളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഇതൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയിടുകയും ഇതിൻ്റെ അകത്തിപ്പോൾ കാട്ടുപന്നിയും അതുപോലെ കാട്ടുപോത്തും അതുപോലെ വന്യജീവികളൊക്കെ കീറിക്കിടക്കുകയും സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കും. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. അപ്പം ഇത്രയും സാമ്പത്തികവുമായി ഉന്നതിയിൽ നിൽക്കുന്ന ഈ ബിലീവേഴ്സ് ചർച്ചൊക്കെ ഇത്തരത്തിലുള്ള ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ്. സുവിശേഷത്തിനും ദൈവനാമത്തിനും ഒരു അപമാനമാണ് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.